Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ പ്രഭുപാദിന്റെ മുതിർന്ന ശിഷ്യന്മാര് പ്രഭുപാദുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട്. അതാണ് മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചിത്സുഖനന്ദ പ്രഭുവിന്റെ മെമ്മറീസ് പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം ശ്രീല പ്രഭുപാദിനെ കാണാനായിട്ട് പോകുമ്പോൾ വളരെ ഭയത്തോടുകൂടിയാണ് പോയത്. എനിക്ക് ആ പ്രഭുപാദിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ, അത്രയും ഉന്നതമായ ഒരു വ്യക്തിത്വത്തിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഭയത്തോടുകൂടിയാണ് പോയത്. പക്ഷെ പ്രഭുപാദ് വളരെ സ്നേഹത്തോടെ ഒരു മുത്തച്ഛനോ അച്ഛനോ നമ്മുടെ തലയിൽ തഴുകുന്ന പോലെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പ്രഭുപാദ് മുന്നോട്ട് പോയി. അപ്പൊ തൊട്ട് അദ്ദേഹത്തിന്റെ ഭയം എല്ലാം പൂർണ്ണമായിട്ട് മാറിയിരുന്നു. ഈ ചിത്സുഖനന്ദ പ്രഭുവും നന്ദകിഷോർ പ്രഭുവും കാനഡയിൽ നിന്ന് ബഫല്ലോ എന്ന് പറഞ്ഞ ടെമ്പിളിലേക്കാണ് വന്നത്. അവിടെയാണ് പ്രഭുപാദ് ഉണ്ടായിരുന്നത്. അവര് പ്രഭുപാദിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടിയാണ് വന്നത്. 1969 നടന്നത്. അപ്പം ആ ദീക്ഷ എടുക്കുന്നതിന്റെ തലേ ദിവസം ഏതോ ഡിവോട്ടി പറഞ്ഞു, പ്രഭുപാദ് അവിടെ ഉണ്ട്, നീ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദകിഷോർ പ്രഭുവും ശിഷ്യനായതിനു ശേഷമാണ് ചിത്സുഖനന്ദ എന്നുള്ള പേര് കിട്ടുന്നത്. അതിനു മുമ്പ് ചാൾസ് എന്നായിരുന്നു പേര്. അപ്പൊ ചാൾസും നന്ദകിഷോരും കൂടെ പ്രഭുപാദിനെ കാണാനായിട്ട് ചെന്നിട്ട് നന്ദകിഷോർ പ്രഭു പ്രഭുപാദിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് ചാൾസ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അടുത്ത ദിവസം ദീക്ഷ കിട്ടാനും പോവാണ്. അപ്പം പ്രഭുപാദ് അദ്ദേഹത്തിനെ നോക്കി അപ്പം അദ്ദേഹത്തിന് തോന്നിയൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാല്, ചിത്സുഖനന്ദ പ്രഭുവിന് തോന്നിയ ഫീലിംഗ് വെച്ചാൽ എത്രയോ നാൾ മുമ്പ് കണ്ട ഒരു ബന്ധുവിനെ അടുത്ത് കാണുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് സംസാരിച്ചു. നിനക്ക് നീ ഹാപ്പിയാണോ, അതാണ് ആദ്യം ചോദിച്ചത്. നീ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ഈ മൂമെന്റിൽ വരുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ ആ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൂമെന്റിൽ വരാൻ പറ്റിയത് തന്നെ എന്റെ ഒരു ഭയങ്കര ലക്കായിട്ട് കരുതുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം പ്രഭുപാദിന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങേ കാണാൻ പറ്റിയതും അങ്ങേട്ട് സംസാരിക്കാൻ പറ്റിയതും എനിക്ക് വലിയൊരു സന്തോഷം തരുന്നു എന്ന് പറഞ്ഞു. പ്രഭുപാദ് വളരെ എളിമത്വത്തോടുകൂടി താങ്ക് യു വെരി മച്ച് എന്ന് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒന്നും അല്ല, പക്ഷെ ആ ഒരു ഗ്ലോറിഫിക്കേഷൻ തന്റെ ഗുരുവിന് വേണ്ടി അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തതുപോലെ അദ്ദേഹം താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു. അപ്പൊ ചാൾസിന്റെ കയ്യിലൊരു ഗിറ്റാർ ഉണ്ടായിരുന്നു. അപ്പം ഇത് വായിക്കുമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ വായിക്കും എന്ന് പറഞ്ഞു. അപ്പം വായിക്കാൻ പറഞ്ഞു. അപ്പം ആ റൂമിൽ വെച്ച് ചാൾസ് ആ ഗിറ്റാർ വെച്ച് ഹരേ കൃഷ്ണ മന്ത്രം പറയുകയും ചെയ്തു, കീർത്തനം ചെയ്തു. പിന്നെ എപ്പോഴൊക്കെ പ്രഭുപാദ് അദ്ദേഹം പറയാം, പിന്നെ അടുത്ത ദിവസം അദ്ദേഹത്തിന് ദീക്ഷ കിട്ടി. പിന്നെ എപ്പോഴൊക്കെ പ്രഭുപാദ് അദ്ദേഹം ഉള്ള ടെമ്പിളിൽ പോകുമ്പം ഇത് വായിക്കാനായിട്ട് പറയുന്നു, ഗിറ്റാർ യൂസ് ചെയ്ത് കീർത്തനം ചെയ്യാൻ പറയായിരുന്നു. എന്നിട്ട് പ്രഭുപാദ് പറയും, സിത്താറും തമ്പുരും ഒക്കെയാണ് നാമത്തിന്റെ കൂടെ കൂടുതൽ അനുയോജ്യമെങ്കിലും ഓരോ രാജ്യങ്ങൾക്കും അവരുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അതിന്റെ കൂടെ കേൾക്കുന്നതും നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം ചിത്സുഖനന്ദ പ്രഭു പറയുന്നത്, ശ്രീല പ്രഭുപാദ് എല്ലാവരെയും എൻകറേജ് ചെയ്യാൻ വളരെ എക്സ്പേർട്ടാണ് അദ്ദേഹം. നമ്മുടെ ഏത് ലെവലിലാണ് നമുക്ക് അതനുസരിച്ച് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മളെ എൻകറേജ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് പ്രഭുപാദിന്റെ ഒരു പരിശുദ്ധ ഭക്തൻ ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഉള്ള ഒളിഞ്ഞു കിടക്കുന്ന ഈശ്വരനോടുള്ള സ്നേഹത്തെ കാണുകയും അത് അദ്ദേഹത്തിന്റെ ഡീലിങ്സ് കൊണ്ടും അദ്ദേഹത്തിന്റെ സംഭാഷണം കൊണ്ടും അതിനെ വളർത്തി വലിയൊരു അഗ്നിയാക്കി മാറ്റി നല്ലൊരു ഭക്തനാക്കി മാറ്റുകയും ചെയ്യും. ഇതാണ് പ്രഭുപാദിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ചിത്സുഖനന്ദ പ്രഭു പറയുന്നു. ഹരേ കൃഷ്ണ.